ജീവിതത്തിൽ ഇന്നുവരെ ആരോടും മുഷിഞ്ഞൊരു വാക്ക് പോലും പറയാത്ത എന്റെ അമ്മേ പോലീസ് സ്റ്റേഷനിൽ വരെ കേറ്റി. ചാനലുകാരെ കൊണ്ട് അത് വാർത്തയാക്കി നാണം കെടുത്തി. തകർന്നു പോയ എന്റെ അമ്മ തൂങ്ങിച്ചാവൻ കയറെടുത്തു. ഇതിനൊക്കെ കാരണക്കാരി ഇവൾ ഒറ്റ ഒരുത്തിയ. അമ്മയെ നാറ്റിക്കാൻ ഇവളും ആ രുക്മിണിയും കൂടെ എന്തൊക്കെ ചെയ്തു. അവസാനം ഈ കുടുംബത്തിന്റെ ഏക സഹായം ഞങ്ങളുടെ ബന്ധുവായ വർമ്മ സാറിനെ തോപ്പിക്കാൻ വേണ്ടി ഇവൾ ഇലക്ഷനും ഇറങ്ങി. എന്റെ അമ്മയുടെ നെഞ്ച് പൊട്ടി തകരുന്നത് കണ്ടതേ ഞാനാ. അമ്മയുടെ കണ്ണുനീര് കണ്ടതേ ഞാനാ. ആരൊക്കെ ഇവളോട് ക്ഷമിച്ചാലും ഇവളോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. മനുഷ്യരായ തെറ്റുപറ്റും. തെറ്റുപറ്റിയവരെ ആട്ടി ഓടിക്കല്ല വേണ്ടത്, മാപ്പ് കൊടുത്ത് കൂടെ നിർത്തണം. 1000 നീതിമാന്മാരുടെ നന്മയിലല്ല ദൈവം സന്തോഷിക്കുന്നത്, ഒരു മഹാഭാവിയുടെ മാനസാന്തരത്തിലാ. പ്രീച്ചി, ശ്രീ നമ്മുടേതാ, നമ്മുടെ കൂടെപ്പിറപ്പാ. കൂടെപ്പിറപ്പാണെങ്കിലേ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോടി. ഇവളെ ഇവിടെ വേണ്ട. ചേച്ചി, എന്റെ അമ്മയോട് ഇവള് ചെയ്തതൊക്കെ എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. ലോകത്ത് ഒരു കോടതിയെ എല്ലാവർക്കും മാപ്പ് കൊടുക്കാറുള്ളൂ, അതൊരമ്മയുടെ മനസാക്ഷി എന്ന കോടതിയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ പൊറുക്കാൻ പറ്റുന്നു ഇവളോട്? ഇവള് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവോ? ഇറങ്ങി പോടി ഇവിടുന്ന് മോങ്ങിക്കൊണ്ട് നിക്കാതെ. നിന്നെ പോലെ ഇവളും എന്റെ മോളാ. കരഞ്ഞു തളർന്നു നിൽക്കുന്ന എന്റെ മോളോട് ആവശ്യമില്ലാതെന്തെങ്കിലും പറയാൻ വന്നാണ്ടല്ലോ, നീ മേടിക്കും. ഞാൻ പറഞ്ഞേക്കാം.